ഹായ് ഫ്രണ്ട്സ്, CGL 2025 ടയർ 1 എക്സാമിനേഷൻ ഇനി 2 മാസത്തിൽ കുറച്ചുകൂടി അധികം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം പലർക്കും വരുന്നൊരു സംശയമാണ് ഈ 2 മാസം കൊണ്ട് QA എങ്ങനെ നല്ലൊരു ലെവലിലേക്ക് ഞാൻ എത്തിക്കുക എന്നുള്ളത്. എങ്ങനെ നല്ലൊരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാം എന്നുള്ളത്. അപ്പം നമുക്ക് അറിയാം, QAനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പല ഷോർട്ട് കട്ട്സുകൾ, അതായത് അതിൽ പ്രിപ്പറേഷന് വലിയ ഷോർട്ട് കട്ട്സുകളൊന്നും അവൈലബിൾ അല്ല. നമ്മൾ എന്തായാലും സിലബസ് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരേ ഒരു സ്ട്രാറ്റജി ആണ് QAക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പല ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 2.5 മന്ത്സ്, ഈ ഒരു മന്ത്സിന്റെ ഉള്ളിൽ 2.5 ഇല്ല എന്ന് പറയാം. കാരണം ലാസ്റ്റ് ഷിഫ്റ്റ് ഒക്കെ കിട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ 2.5 മന്ത്സ് ഉണ്ടാവും. ഒരു 2 മന്ത്സ് കൊണ്ട് നമുക്ക് എങ്ങനെ മാക്സിമം ഒരു ലെവലിലേക്ക് QA എത്തിക്കാം എന്നുള്ളതാണ്. മാക്സിമം ലെവൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു ലെവലിലേക്കല്ല പറയുന്നത്. അപ്പം ഡെഫിനറ്റ്ലി QAനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പം ആദ്യത്തെ ടൈപ്പ് ആൾക്കാർ എന്ന് പറയുന്നത് എന്തായാലും അവർക്കൊരു 45+ അല്ലെങ്കിൽ 45 റേഞ്ചിൽ കൃത്യമായിട്ട് സ്കോർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ഈ 45+ റേഞ്ചിൽ കൃത്യമായിട്ട് സ്കോർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മോക്സിന്റെ സ്കോർ എപ്പോഴും 150+ കിടക്കുകയാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി Tier 2 എക്സാമിനേഷന് സെക്ഷൻ 1 വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടതാണ്. അല്ല 45+ സ്ഥിരമായിട്ട് QAക്ക് കിട്ടുന്ന ആൾക്കാരാണ്, പക്ഷെ 150+ എത്തുന്നില്ല. 150+ എത്താതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും. അവരുടെ ഇംഗ്ലീഷ് ലെവൽ അത്ര സ്ട്രോങ് ആയിരിക്കില്ല, അവരുടെ GKക്ക് ചിലപ്പം അത്ര നല്ല മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 150+ എത്തുന്നില്ലെങ്കിൽ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യേണ്ട കാര്യം QAക്ക് ആകെ നിങ്ങൾ ഒരു ദിവസം ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കണം. അതേപോലെ തന്നെ ഇതേ ടോപ്പിക്കിന്റെ ബെസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു സെറ്റ് എടുക്കണം, ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്. സോ അത് നിർബന്ധമാണ്. ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ സെറ്റ് എന്ന് പറയുന്നത് TCS തൽക്കാലം നോക്കുക. ഇനി പ്രീ TCS കിട്ടുകയാണെങ്കിൽ അത് നോക്കുക. 2010 തൊട്ട് 2025 വരെയുള്ള എക്സാംസ്, 25 നടന്നില്ല, 24 വരെയുള്ള എക്സാംസ് ടയർ 1 ആണെങ്കിൽ എല്ലാം SSCന്റെ എല്ലാ എക്സാംസും കവർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, അതിലെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. അപ്പം നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലും കോച്ചിങ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇനിയല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും അവൈലബിൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത പല പ്ലാറ്റ്ഫോമുകളിലും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പ്ലാറ്റ്ഫോം നിങ്ങൾ നോക്കുക. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടന്റ് കൂട്ടാനും ഇത് നിങ്ങൾക്ക് ആ പ്രാക്ടീസ് ഓഫ് സ്പീഡ് നിലനിർത്താൻ ഉപയോഗിക്കും. പിന്നെ ഒരു സെക്ഷനിലൂടെ നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾ ഡെയിലി മോക്ക് എടുക്കുന്ന ഈ റേഞ്ചിൽ 150+ ഉള്ള ആളാണെങ്കിൽ ഡെയിലി മോക്ക് എടുക്കുന്നതിനെക്കുള്ള പ്രശ്നമൊന്നുമില്ല. ഡെയിലി മോക്ക് എടുക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ കൂടെ ഈ സെക്ഷനിൽ കടന്നു പോകും. ഇനി ഇല്ല, ഡെയിലി മോക്ക് എടുക്കുന്നില്ല, വീക്കിലി 2 or 3 മോക്സ് എടുക്കുന്നുള്ളൂ എങ്കിൽ ഒരു സെക്ഷനിലൂടെ നിങ്ങൾ ഡെയിലി ഉൾപ്പെടുത്തുക. അപ്പം ഇതാവുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ഒരു 2 to 3 hours മാത്രം നിങ്ങൾക്ക് QAക്ക് കൊടുത്താൽ മതി. നിങ്ങളുടെ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എന്തിനു വേണ്ടി കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ 150 ബിലോ ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഫോർമുലേറ്റ് ചെയ്യുക. ഒരു 4 hours എങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിന് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് 45+ QAക്ക് കിട്ടിയിട്ട് നിങ്ങൾ 150+ എത്തുന്നില്ല എങ്കിൽ. അതേപോലെ തന്നെ ചിലപ്പോൾ GKക്ക് ആയിരിക്കും കുറച്ച് പോരായ്മകൾ ഉണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷിനും GKക്കും റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി വൊക്കാബ് ഏരിയയ്ക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്തായാലും വൊക്കാബ് ഏരിയ എന്നായിരിക്കും. അപ്പം അതിന് റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GKക്കും റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം അതിനുവേണ്ടി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു എഫക്റ്റീവായിട്ട് സ്ട്രാറ്റജി നിങ്ങൾ ഒരു ഫോർമുലേറ്റ് ചെയ്യുക. QAക്ക് ഈ ഒരു സാധനം മാത്രം ചെയ്താൽ മതി. ഞാൻ ഈ ഒരു സെഷനിൽ QAന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അല്ല, നമ്മളുടെ വേറെ കുറേ ആൾക്കാരുണ്ട് ഈ ഒരു റേഞ്ചിലല്ല നിൽക്കുന്നത്. 150+ അല്ലെങ്കിൽ 45+ കിട്ടുന്നില്ല അവർക്ക്. പക്ഷേ ഒരു 40 റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഈ 40 റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ബെസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് ഒരു 120 ടൈപ്പ് ഓഫ് വെറൈറ്റീസ് അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങളൊരു ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എല്ലാ ടോപ്പിക്കുകളിലും. ഏത് ടോപ്പിക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ കുറച്ച് അധികം വരും. അങ്ങനെ അല്ലാത്ത ടോപ്പിക്കുകളൊക്കെ ആണെങ്കിൽ 120 ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾക്ക് ഒരു 2010 തൊട്ടുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതിലധികം സമയം എടുക്കും. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പോരായ്മയാണ് ഈ 40+ അല്ലെങ്കിൽ 40 റേഞ്ചിൽ നിൽക്കുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 3 മണിക്കൂർ പോരാ, കുറച്ചുകൂടി ഒരു അധികം സമയം നിങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ടോപ്പിക് വൈസ് നിങ്ങൾ എടുക്കണം. അത് നോർമലായിട്ട് ഒരു 30 ക്വസ്റ്റ്യനുള്ള ആപ്പ് ത്രൂ തന്നെ ചെയ്യണം. ഇതും അതുപോലെ തന്നെ നിങ്ങൾ ആപ്പ് ത്രൂ തന്നെ ചെയ്യണം കേട്ടോ. കാരണം അത് നല്ല സ്പീഡ് കൂടും, അല്ലാതെ ബുക്ക് നോക്കി ചെയ്യാൻ പാടില്ല.
അപ്പോൾ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പോകുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഏതെങ്കിലും പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ആ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് എന്തായാലും 30 ക്വസ്റ്റ്യൻ ആപ്പ് ത്രൂ തന്നെ ചെയ്യാം. ഇനി ഇതൊന്നും പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള സാധനം നിങ്ങൾ PDF ആക്കി അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ടൈമർ വെച്ച് സോൾവ് ചെയ്യുക. ബുക്ക് നോക്കി സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കരുത്. ബുക്ക് നോക്കി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ടോപ്പിക് വൈസ് ആ 30 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ ഇതിലുള്ള രീതി നിങ്ങൾ ചെയ്യുക. ആ ടോപ്പിക് വൈസ് നിങ്ങളൊരു 2 ബെസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സാധനം കൂടി നിങ്ങൾ ചെയ്യണം. ഇത് നിങ്ങൾക്ക് കുറച്ചധികം സമയം എടുക്കും. ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇത് മസ്റ്റാണ്. ഇതാണ് നിങ്ങളെ കണ്ടന്റ് കൂട്ടുകയും നിങ്ങളൊരു 45+, 46+ അല്ലെങ്കിൽ ഫുൾ സ്കോറിലേക്ക് എത്തിക്കുന്നതും ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ബെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സോഴ്സുകൾ നിങ്ങൾ ഏത് വേണേൽ ഉപയോഗിക്കാം. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലോഡ് ചെയ്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമുള്ളത്. ഏത് ടോപ്പിക്കിൻ്റെ ആണെങ്കിലും ഒരു 120ഓളം ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ കവർ ചെയ്യണം. ഇത് നിങ്ങൾ ചിലപ്പം 2 hours കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു 30 ക്വസ്റ്റ്യൻസ് മാത്രമേ ചിലപ്പം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സമയം ചിലപ്പോൾ എടുക്കും അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു സെക്ഷനിലൂടെ ഇതിൻ്റെ കൂടെ ഇടുക ചെയ്യുക. ഒരു സെക്ഷനിലൂടെ നിങ്ങൾ എന്തായാലും ഒരു 4 മണിക്കൂറെങ്കിലും QAക്ക് വേണ്ടി കൊടുക്കണം. ഈ മാർക്കുള്ള ആൾക്കാർ, 40 മാർക്കുള്ള ആൾക്കാർ, 40ൻ്റെ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ, അവർക്കൊരു 38 മുതൽ അല്ലെങ്കിൽ ഒരു 19 കറക്റ്റ് മുതൽ ഒരു 21 കറക്റ്റ് വരെയുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത്. അവർ ഈ ഒരു സമയം എന്തായാലും കൊടുത്തിരിക്കണം. ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം മാറ്റി എഴുതണം. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം മാറ്റി എഴുതിയിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നിങ്ങളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ സാധനം, ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു 120ഓളം ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് തീരുന്നത് വരെ നിങ്ങൾ സെയിം സാധനത്തിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് തന്നെ ഓരോ ദിവസവും ഓരോന്ന് അടിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെർസെൻറ്റേജ് ആണ് നിങ്ങളോട് പറയുമെങ്കിൽ പെർസെൻറ്റേജിൻ്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഒരു 120 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 5 ദിവസം എടുക്കും ഈ പെർസെൻറ്റേജിൻ്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് തീരാൻ. ഞാൻ കുറച്ച് ആവറേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് 2-3 ദിവസം കൊണ്ട് തീരുകയും ചെയ്യും. അപ്പോൾ 4 ദിവസം എടുത്തു പെർസെൻറ്റേജിൻ്റെ തീരാനെങ്കിൽ ആ 4 ദിവസം നിങ്ങൾ ചെയ്യേണ്ട ടോപ്പിക് വൈസ് ടെസ്റ്റ് പെർസെൻറ്റേജിൻ്റെ തന്നെ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു നോട്ട് ബുക്കിലേക്ക് മാറ്റി എഴുതണം. ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ആൻസറും അതിൻ്റെ കാര്യങ്ങളും. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി റിവൈസ് ചെയ്യണം. ഒരു 3 ടോപ്പിക്ക് കഴിയുമ്പം നിങ്ങൾ പിന്നീടുള്ള ഒരു ദിവസം ഒരിക്കലും നിങ്ങൾ പുതിയൊരു പഠനത്തിന് വേണ്ടി മാറ്റി വെക്കരുത്. അത് 3 ടോപ്പിക്ക് കഴിയുമ്പം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾ QAക്ക് കൊടുക്കുന്ന 4 മണിക്കൂർ പക്ക ആ 3 ടോപ്പിക്കിൻ്റെ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ഫുൾ ടോപ്പിക്ക് വേണ്ട. എന്ത് ചെയ്താൽ മതി വെച്ചാൽ നിങ്ങൾ മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് മാത്രം റിവൈസ് ചെയ്യാം. ഒരു 6 ടോപ്പിക്കുകൾ നിങ്ങൾ കഴിയുന്ന സമയത്ത് ഇതേ രീതിയിൽ 6 ടോപ്പിക്കുകൾ കഴിയുന്ന സമയത്ത് ഒരു 2 days അല്ലെങ്കിൽ ഒരു 3 days നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റി വെക്കണം? റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ആ 6 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ 1 to 6 ഉള്ള എല്ലാ ടോപ്പിക്കിലെയും മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ടോപ്പിക്സ് പിന്നീട് മറന്നു പോകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 9 ടോപ്പിക് 9 ടോപ്പിക് കഴിയുമ്പോൾ ഒരു 4-5 ദിവസം നിങ്ങൾ മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു എന്ത് ചെയ്യുന്ന വെച്ചാൽ 4 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മാറ്റി വെക്കണം. ഈ 4 ദിവസം കൊണ്ട് 1 to 9 ടോപ്പിക്സിൽ മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് റിവിഷൻ വളരെ എളുപ്പമായിരിക്കും. കാരണം മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോ ടോപ്പിക് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? റിവൈസ് ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ ആ മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പം നിങ്ങളൊരു 3 ടോപ്പിക് കഴിയുമ്പോൾ നിങ്ങൾ ഒരു റിവിഷൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാവും. അപ്പം അതുകൊണ്ട് 9 ടോപ്പിക്ക് കഴിയുമ്പോൾ ഒരു 9 ടോപ്പിക്കോടുകൂടി മിക്കവാറും ഈ റേഞ്ചിലുള്ള ആൾക്കാർക്ക് 9 ടോപ്പിക്കൊന്നും വേണ്ടി വരില്ല. കാരണം പല ടോപ്പിക്കുകൾ അവർ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. അങ്ങനത്തെ ആൾക്കാർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഈ ഒരു റിവിഷനിൽ വേണ്ടി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട. അത് നിങ്ങളെ സെക്ഷനിൽ നിങ്ങൾ കവർ ചെയ്ത് പോയിക്കോളും. അല്ലാതെ നിങ്ങൾ ഒരു 9 ടോപ്പിക്കൊക്കെ ആകുമ്പോഴത്തേക്കും കഴിയും ഒരു 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താവാം ഈ മാർക്ക് ഒരു 45+ എത്തിക്കാം. ഈ റിവിഷൻ ഞാൻ 45+ കഴിഞ്ഞ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ തെറ്റിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. കാരണം അവർക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. കാരണം ആ റേഞ്ചിൽ കൺസിസ്റ്റൻ്റ് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് മാറ്റി എഴുതുക. നിങ്ങളും എന്ത് ചെയ്യുക? ഓരോരോ ടോപ്പിക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു 3 ടോപ്പിക്ക് കഴിയുമ്പോൾ പുതിയതൊന്നും പഠിക്കാതെ ഒരു ദിവസം ആ 3 ടോപ്പിക്കിൻ്റെയും മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് റിവൈസ് ചെയ്യാം. അങ്ങനെ 6 ടോപ്പിക്ക് കഴിയുമ്പോൾ അത് റിവൈസ് ചെയ്യുക. 9 ടോപ്പിക്ക് കഴിയുമ്പോൾ 1 മുതൽ 9 വരെയുള്ളത് മൊത്തം റിവൈസ് ചെയ്യും. അതിലൊരു ഗുണം എന്താ വെച്ചാൽ 9ാമത്തെ ടോപ്പിക്ക് എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ 4-5 ദിവസം അധികം എടുക്കെങ്കിലും അല്ലെങ്കിൽ 5-1 ആഴ്ച അധികം എടുക്കെങ്കിലും 9ാമത്തെ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യുന്നതോടുകൂടി അതേ 9ാമത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മ ഉണ്ടോ ലാസ്റ്റ്, അതേപോലെ നിങ്ങൾക്ക് 1ാമത്തെ ടോപ്പിക്കും ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ QAൻ്റെ പഠനം. നിങ്ങൾ ബാക്കിയുള്ള മാർക്കിനെ അപേക്ഷിച്ച് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെതായ, ഞാൻ ഇതിൽ QA മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ള ടോപ്പിക്കുകൾ അപേക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെതായ ടൈം സെറ്റ് ചെയ്യുക. ഇനി ഞാൻ പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു കാര്യമാണ്. അതായത് ഇതിനേക്കാട്ട് നന്നായിട്ട് മാർക്ക് കുറഞ്ഞൊരു 35 റേഞ്ചിൽ മാർക്ക് കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ
റേഞ്ചിൽ മാർക്ക് കിട്ടുന്ന ആൾക്കാർ, ഓർ അതിൽ കുറവ് മാർക്ക് കിട്ടുന്ന ആൾക്കാർ. കുറവ് മാർക്ക് കിട്ടുന്ന ആൾക്കാർ 35 റേഞ്ചിൽ മാർക്ക് കിട്ടുന്ന ആൾക്കാർ, ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങളൊരു ഈ പറയുന്ന സ്ട്രാറ്റജി എന്തായാലും ഡെയിലി ഒരു 6 hours നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ്. കാരണം 35 നിങ്ങൾ 45 എത്തിക്കണം. 30 മാർക്കൊക്കെ കിട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിൽ കുറവ് 20 മാർക്ക് കിട്ടുന്ന ആൾക്കാരാണെങ്കിലും 25 മാർക്ക് കിട്ടുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് എത്താവുന്ന ഒരു ലിമിറ്റ് നിങ്ങൾ നോക്കണം. കാരണം നിങ്ങൾക്ക് 2 മാസം കൂടി സമയമേ ഉള്ളൂ. 2 മാസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 35 ഉള്ള ആൾക്കാർ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 45 റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. 6 hours ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും QAക്ക് വേണ്ടി മാത്രമായിട്ട്. നേരെ മറിച്ച് ഒരു 25 റേഞ്ചിൽ അല്ലെങ്കിൽ ആ റേഞ്ചിലാണ് കിട്ടുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഒരു 35-40 റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ചിലപ്പോൾ അതിലും കൂടും എക്സാം വളരെ ഈസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ ഫോളോ ചെയ്യുക, നിർബന്ധമായിട്ടും ബാക്കിയുള്ള ആൾക്കാർ ഫോളോ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബേസ് ഉണ്ടാവും. എല്ലാ ടോപ്പിക്കിൻ്റെ ബേസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ബേസ് നിങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ നിങ്ങൾ ടൈം ഡിവോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റ് ഡേ ഒരു 2 ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുക. സപ്പോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പെർസെൻറ്റേജ് ആണ് വിചാരിക്കുക. പെർസെൻറ്റേജിൻ്റെ 2 ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുക. ഈ റേഞ്ചിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 2 ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കാൻ ഓൾമോസ്റ്റ് നമ്മൾ 25 അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കണം, മസ്റ്റാണ്. അതും ഒരു ആപ്പ് ത്രൂ എടുക്കണം, നിങ്ങളുടെ സ്പീഡ് കൂട്ടാനുള്ളതാണ്. ആപ്പ് ത്രൂ എടുക്കണം. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുക. 2 ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുത്ത് അത് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 2 hours ഇതിന് വേണ്ടി വരും അനലൈസ് ചെയ്യാൻ. ഓക്കെ, ബാക്കി 4 hours ഇതേ ടോപ്പിക്കിൻ്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യാം. ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ബുക്ക് ഫോമിൽ അവൈലബിൾ ആണെങ്കിൽ ആ ബുക്ക് ഫോമിൽ CM 5.0 ഒക്കെ ബുക്ക് ഉണ്ടാവും, അതിൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആപ്പ് ത്രൂ അല്ലെങ്കിൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പഠിച്ച സ്ഥലം ഉണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഏതുണ്ടെങ്കിലും അതിൽ നിങ്ങൾ എടുക്കുക. അത് നിങ്ങളുടെ ഓപ്ഷനാണ് ഏതെടുക്കണം ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അതിൽ നിങ്ങൾ 4 hours സ്പെൻഡ് ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏത് ടോപ്പിക്കിൻ്റെ ആയാലും ഓൾമോസ്റ്റ് ഒരു 120 ക്വസ്റ്റ്യൻസോളം ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 120 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 4 hour ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 ദിവസം എടുക്കും നിങ്ങൾക്ക് തീരാൻ. 3 days. ഈ 3 days നിങ്ങൾ ഈ ടോപ്പിക്കിൻ്റെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാറ്റി എഴുതിയേ പറ്റും. സെക്കൻഡ് ഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം QAൻ്റെ ലെവൽ കുറച്ചുകൂടി കുറവായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഓഫ് ആൾക്കാരെക്കാൾ. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഡേ നിങ്ങൾ റിവൈസ് ചെയ്തതിന് ശേഷമായിരിക്കണം. ഫസ്റ്റ് ഡേ നിങ്ങൾ മാറ്റി എഴുതിയത് റിവൈസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ഡേ മാറ്റി എഴുതിയത് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ഡേ ചിലപ്പോൾ നിങ്ങൾക്ക് 6 മണിക്കൂറിൽ ഒരു 5 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ, മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 5.5 മണിക്കൂർ മാത്രമേ പഠിക്കാൻ പറ്റൂ, അത് മതി. 5.5 മണിക്കൂർ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാം. തേർഡ് ഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റും സെക്കൻഡും ഡേയും മാറ്റി എഴുതിയത് റിവൈസ് ചെയ്യുക. അപ്പോൾ ഏത് ദിവസമാണെങ്കിലും തൊട്ട് പുറകിലത്തെ 2 ദിവസം മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 120 ക്വസ്റ്റ്യൻ എല്ലാ ടോപ്പിക്കിലും ഉണ്ടാവും. അപ്പോൾ 120 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇതേ രീതിയിൽ തന്നെ റിവിഷൻ പോകണം. നെക്സ്റ്റ് ഡേ ഫോർത്ത് ഡേ നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അത് ആവറേജ് ആണെങ്കിൽ ആവറേജ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആവറേജിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് പുറകിലത്തെ പെർസെൻറ്റേജിലെ 2 ടോപ്പിക്ക് 2 ഡേയിൽ നിങ്ങൾ മാറ്റി എഴുതിയത് റിവൈസ് ചെയ്തിട്ടായിരിക്കണം ആവറേജ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിൽ വളരെ കുറവ് 25 മാർക്കൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ 25 to 30 കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് 3 days കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, 4 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 5 days ആവും. എത്ര ആയിക്കോട്ടെ അത് എടുക്കുക. ചെയ്യുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അതായത് ഒരു 2 മാസം കൊണ്ട് എനിക്ക് 45ൻ്റെ മുകളിലേക്ക് എത്തിക്കണം 25 ആൾക്കാർ എന്നുള്ളത് ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ QA കുറച്ച് വീക്കാണ്, 25 കിട്ടുന്നുള്ളൂ എങ്കിൽ അതിൽ പകുതിയെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ, പകുതിയോടെ നിങ്ങൾക്ക് ശരിയാവാനുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ആ ചെയ്യുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അത് 40 നിങ്ങൾ എത്തുന്നതെങ്കിൽ അത് 2 മാസം കൊണ്ട് നിങ്ങൾ 40 എത്തുന്നുള്ളൂ എങ്കിൽ ആ 40ൽ കൺസിസ്റ്റൻ്റ് ആവുക. ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ 5 ദിവസം എടുക്കുകയാണെങ്കിൽ 5 ദിവസം കൃത്യമായിട്ട് കൊടുത്തോളുക. ഇത് തീർത്തിട്ട് മാത്രം ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് തീർത്തിട്ട് മാത്രം. ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നാണോ തീർന്നത്, 4ാമത്തെ ദിവസമാണ് തീർന്നത് വെച്ചാൽ 4 ദിവസവും ഈ പെർസെൻറ്റേജിൻ്റെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റ് നിങ്ങൾ പോകണം. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ഓൾമോസ്റ്റ് 4 ദിവസം കൊണ്ട് തീരുകയാണെങ്കിൽ 8 ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കും പെർസെൻറ്റേജിന്. 8 × 30 240 ക്വസ്റ്റ്യൻ അവിടെ 120 ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്. 240 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനാണ്. ഈ 120 ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2000-3000 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 120 ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ 2000-3000 ക്വസ്റ്റ്യൻസ് ചെയ്തൊരു പ്രതീതി ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൂടെ കിട്ടുകയും ചെയ്യും. അടുത്ത ടോപ്പിക് എടുക്കുക, ആവറേജ് ഇതേപോലെ തീർക്കുക. ചിലപ്പോൾ 3 ദിവസം കൊണ്ട് തീരും, ചിലപ്പോൾ 4 ദിവസം കൊണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് 2 അരിത്തമാറ്റിക് എടുത്താൽ ഒരു അഡ്വാൻസ് എടുക്കുന്നത് നല്ലതാണ്, ട്രിഗണോമെട്രി എടുക്കുക. അപ്പോൾ ഇതും തീരും ഒരു 3 ദിവസം. ഏത് ദിവസവും തൊട്ട് പുറകിലത്തെ 2 ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യണം. സോ 3 ടോപ്പിക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2 ദിവസം ബ്രേക്ക് എടുക്കണം. മസ്റ്റാണ് 2 ദിവസം ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുക്കാൻ വെച്ചാൽ പുതിയത് പഠിക്കരുത്. അന്ന് 6 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ നിങ്ങൾ ആദ്യത്തെ 3 ടോപ്പിക്കിൻ്റെയും ഓരോരോ ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുക. വേറെ ടോപ്പിക് വൈസ് ടെസ്റ്റ് നിങ്ങൾ ചെയ്യാത്ത ഏതെങ്കിലും ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുക. 30 ക്വസ്റ്റ്യൻ ഉള്ളത് ആപ്പ് ത്രൂ തന്നെ എടുക്കണം. ഇനി ആപ്പ് ത്രൂ അല്ലെങ്കിൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾക്ക് ആപ്പ് ത്രൂ അല്ലെങ്കിൽ
ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത സാധനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത സാധനം വളരെ ചുരുങ്ങിയ റേറ്റിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമില്ല ഈ ടോപ്പിക് വൈസ് ടെസ്റ്റ് കിട്ടാൻ എങ്കിൽ നിങ്ങൾ PDF അപ്ലോഡ് ചെയ്തിട്ട് ആ PDF ലാപ്പ് ത്രൂ നോക്കിയിട്ട് നിങ്ങൾ ടൈമർ വെച്ച് ചെയ്യണം. 3 ഡിഫറെൻറ്റ് ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കും. ഇതിനൊരു 2 മണിക്കൂർ എടുക്കും. നിങ്ങൾ 6 മണിക്കൂറാണ് QA കൊടുക്കുന്നത്. ഇവിടെ ഒരു 4 മണിക്കൂറും ഇവിടെ ഒരു ഫുൾ 6 മണിക്കൂറും ബാക്കിയുണ്ട്. ഈ 2 സാധനങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി എഴുതിയ 3 ടോപ്പിക്കിലെയും ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാം. ഇതിവിടെ തീർന്നില്ല, ഒരു ദിവസം കൂടെ എടുക്കുകയാണ്, ഒരു ദിവസം കൂടെ എടുക്കുക, റിവിഷൻ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, ഇതേപോലെ നെക്സ്റ്റ് 3 ടോപ്പിക് എടുക്കുക. ഈ നെക്സ്റ്റ് 3 ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു 4 ദിവസം ബ്രേക്ക് ചെയ്യേണ്ടി വരും. 3 ടോപ്പിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഫസ്റ്റ് 3 ടോപ്പിക്കിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് 3 ടോപ്പിക്കിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യുക. ഇവിടെ ബാക്കി ഒരു 4 മണിക്കൂർ 2 ദിവസവും കിട്ടും. ഇവിടെ ഫുൾ 6 മണിക്കൂറും കിട്ടും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ 1 to 6 കംപ്ലീറ്റ് ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കും. കംപ്ലീറ്റ് മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി 6 കോപ്പി കഴിഞ്ഞു. നെക്സ്റ്റ് 3 എടുക്കുക. നെക്സ്റ്റ് 3 എടുക്കുമ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ പറയുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തിട്ട് തൊട്ടുപുറകത്തെ 2 റിവൈസ് ചെയ്ത് കൊടുക്കണം. അപ്പം അടുത്ത 3 ടോപ്പിക് എടുത്ത 9 ആയി. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം 3 റിവൈസ് ചെയ്യുക. ഫസ്റ്റ് 3 ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുക. നെക്സ്റ്റ് 3 ടോപ്പിക് വൈസ്, നെക്സ്റ്റ് 3 ടോപ്പിക് വൈസ് ടെസ്റ്റ്. ഇവിടെ 4 മണിക്കൂർ ബാക്കി, ഇവിടെ ഫുൾ 6 മണിക്കൂറും ബാക്കി. ഇതിൽ നിങ്ങൾ ആ 9ൻ്റെയും 1 to 9 കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യണം. ഈ 35 റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കുറേ ക്വസ്റ്റ്യൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവും. ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ആ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 9 ടോപ്പിക്ക് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ചാപ്റ്റർ തീരും. കാരണം നിങ്ങൾ ഒരു 12ഓളം ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ, 13ഓളം ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് ഉണ്ടാവും. കമ്പൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് കമ്പൈൻ ചെയ്യാം, ബോർഡ്സ് ആൻഡ് സ്ട്രീംസ് ഇതൊക്കെ കമ്പൈൻ ചെയ്യാം, ട്രെയിൻസ് എല്ലാം കമ്പൈൻ ചെയ്യാം, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ് ഒക്കെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. നമ്പർ സിസ്റ്റം എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പൈൻ ചെയ്യാവുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കമ്പൈൻ ചെയ്യാം. അങ്ങനെ ഒരു ടോപ്പിക്കാക്കി മാറ്റിയാൽ മതി. അപ്പോൾ 9 ടോപ്പിക്കോടുകൂടി അവർ കഴിയും. ഇനിയല്ല, ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് 25-30 റേഞ്ചിലാണ് നിൽക്കുന്ന ആൾക്കാരെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ കവർ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റ് കൂടി വരും, ഒരു 12 ടോപ്പിക്കോളം നിങ്ങൾക്ക് വരും. ഈ 12 ടോപ്പിക്ക് നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരു 6 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം 1 വീക്ക് നിങ്ങൾ ബ്രേക്ക് എടുക്കണം. എന്നിട്ട് 1 to 12 വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും ടോപ്പിക് വൈസ് ടെസ്റ്റ് ഓരോന്ന് ചെയ്യണം. ബാക്കിയുള്ള സമയം മാറ്റി എഴുതിയ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യണം. ഇത് 1 to 12 വരെ നിങ്ങൾ കഴിയണം. ഒരു ഏവറേജ് ഒരു 1 to 9 വരെ, ഒരു 35 റേഞ്ചിലുള്ള ആൾക്കാർക്ക് 9 ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും. അതുവരെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മാക്സിമം ഒരു 1.5 മാസം എടുക്കും. എന്നാൽ 35 അല്ല, ഒരു 25-30 റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഈ 12 ടോപ്പിക്ക് 13 ടോപ്പിക് ഉണ്ട്, അത് മൊത്തം ഇതേ രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2.5 മാസം എടുക്കും. അപ്പം ഈ 2.5 മാസം എടുക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം നിങ്ങൾക്ക് 2.5 മാസം എടുക്കുന്ന സമയത്ത് 2.5 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റവർക്ക് 1.5 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 12ാമത്തെ ടോപ്പിക്ക് എങ്ങനെ ഓർമ്മ ഉണ്ടോ, ലാസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മ ഉണ്ടോ അതേപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് ടോപ്പിക്ക് ഓർമ്മ ഉണ്ടാവും. കാരണം നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിന്റെ റിവിഷൻ ഓരോ 2 ദിവസവും നടക്കുന്നുണ്ട്. ഓരോ 3 ടോപ്പിക്ക് കഴിയുമ്പോഴും റിവിഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് മറന്നു പോകാതിരിക്കാനുള്ള സംഭവം. പലർക്കും പ്രശ്നം ഇതാണ്, ഞാൻ ഇങ്ങനെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഒരേ ടോപ്പിക്കിൻ്റെ തന്നെ 4-5 എടുക്കുന്നു. അപ്പോൾ ഒരേ ടോപ്പിക്കിന് 4-5 എടുത്തിട്ട് ആ ടോപ്പിക്ക് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്ക് എടുത്ത് മൂന്നാമത്തെ ടോപ്പിക്ക് എടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ടോപ്പിക്ക് മറന്നു പോകുന്നു. അപ്പോൾ അത് ചെയ്യരുത്. അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിച്ച് മാറ്റി എഴുതി നെക്സ്റ്റ് ഡേയ്സിൽ റിവൈസ് ചെയ്യണം. പിന്നെ ഓരോ 3 കഴിയുമ്പോൾ റിവൈസ് ചെയ്യണം. ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റത് ഒഴിവാക്കാൻ വേണ്ടി പലരും എല്ലാ 5-6 ടോപ്പിക്കിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഓരോ ദിവസം എടുക്കും, മറന്നു പോകാതിരിക്കാൻ. അതിനേക്കാളും നല്ലത് ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോവാണ്. കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതേ രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവും. 12ാമത്തെ ടോപ്പിക്ക് ഓർമ്മ ഉള്ളതുപോലെ തന്നെ 1ാമത്തെ ടോപ്പിക്ക് ഓർമ്മ ഉണ്ടാവും. ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 35 നിൽക്കുന്ന ഒരു 45 എത്തും. അങ്ങനെ അല്ല, ഒരു 25-30 റേഞ്ചിൽ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം 2 മാസം കൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അതിലൊരു ഷോർട്ട് കട്ട് നിങ്ങൾ എടുക്കാതിരിക്കുക. 2 മാസം കൊണ്ട് നിങ്ങൾക്ക് 9 ടോപ്പിക്കേ കഴിയുന്നുള്ളൂ എങ്കിൽ, ഏറ്റവും കുറച്ച് താഴെയുള്ള ആൾക്കാർക്ക് 9 ടോപ്പിക്കേ കഴിയുന്നുണ്ടെങ്കിൽ ആ 9 ടോപ്പിക്ക് കഴിഞ്ഞാൽ മതി. അത് പെർഫെക്റ്റ് ആയിട്ട് കഴിയുക. ബാക്കി ഇനിയും എക്സാം വരാനുണ്ട്, ആ എക്സാമിന്. അല്ലെങ്കിൽ നിങ്ങൾ 12 ടോപ്പിക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അവീല പരുവത്തിലാവും. നിങ്ങൾക്ക് 4-5 ടോപ്പിക്കുകൾ മാത്രമേ അത്യാവശ്യം ഓർമ്മ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അതും ഉണ്ടാവില്ല. 25ലും താഴെ നിൽക്കുന്ന ഒരാൾ, ഒരു 20 റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബേസിക്സ് സ്ട്രോങ് അല്ല. നിങ്ങൾ ഡെഫിനറ്റ്ലി ക്ലാസ്സുകൾ കാണേണ്ട ആവശ്യകത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കണം, കൺസെപ്റ്റുകൾ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ 20 റേഞ്ചിലോ 22 ആ ഒരു റേഞ്ചിലൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, 10 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അതിൽ കുറവേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ബേസ് സ്ട്രോങ് ആക്കിയിട്ട് മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂ. നിങ്ങൾ ചെയ്യേണ്ടത് ബേസ് ക്ലാസ്സുകൾ കണ്ടിട്ട്, ഞാൻ ക്ലാസ്സുകൾ കാണേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതി ഇതിൽ പറയുന്നില്ല, കുറച്ച് ലെങ്ത് ആയിപ്പോൾ. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റോ മെസ്സേജോ വാട്സപ്പ് മെസ്സേജോ വിട്ടാൽ മതി. ഞാൻ നമ്പർ ഇവിടെ നോട്ട് ചെയ്യാം.
അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഈ മുൻപ് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ടൈം ടേബിൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. 20 ആ റേഞ്ചിൽ കുറവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ക്ലാസ്സുകൾ കാണണം. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 17-18ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. 35-36 മാർക്കിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും എത്തിക്കാൻ പറ്റും കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൺസെപ്റ്റ് ഈ ഒരു 3 മാസം 2 മാസം കൊണ്ട് നിങ്ങൾ കൺസെപ്റ്റ് അങ്ങ് ക്ലിയർ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും ഈ പ്രോപ്പർ രീതിയിൽ റിവിഷൻ ചെയ്യണം. അത് ഞാൻ എങ്ങനെ റിവിഷൻ ചെയ്യാന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം CGL 2025 എയിം ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളൊരു രീതിയിലേക്ക് എത്തുമ്പം ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുക, അവരോട് എങ്ങനെ വീഡിയോ കണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ വീഡിയോ നിങ്ങൾ പ്രോപ്പർലി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു മാർക്ക് ഒരു 35ലേക്കൊക്കെ 30 to 35ലേക്ക് 20ന്റെ താഴെയുള്ള ആൾക്കാർക്ക് ഒരു 30 to 35ലേക്ക് ആ വീഡിയോ കാണുന്നത് കൂടെ തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. കാരണം കൺസെപ്റ്റ് മാത്രമാണ് ഒരു 17-18 ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ബി ഹിയർ ഓൾവേസ് ടു ഹെൽപ്പ് യു. താങ്ക് യു. എല്ലാവർക്കും ഒരു നല്ല SSC CGL 2025 എക്സാം ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.